Find the probability of getting an even number when a dice is thrown once. അതായത് ഒരു ഡൈസ് നമ്മൾ ഒരു പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിം ഡൈസ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ ഒരു ഡൈസിന് 6 സ്ക്വയർ ഫേസുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ മാർക്ക് ചെയ്തേക്കുന്ന 6 സ്ക്വയർ ഫേസുകൾ. അപ്പൊ ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ടോട്ടൽ അവിടെ എത്ര ഔട്ട്കംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയാണ്. അപ്പൊ മൊത്തം ഔട്ട്കം 6 ആണ്. അതിൽ എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് നോക്കുക. 2, 4, 6. ഇത് 3 എന്താണ്? ഈവൻ നമ്പർ ആണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടുന്ന ഔട്ട്കമിന്റെ എണ്ണം. അപ്പൊ ഇവിടെ ഈവൻ നമ്പർ കിട്ടുന്ന ഔട്ട്കമിന്റെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പൊ 3 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 6 ആണ്. അപ്പോൾ 6 എഴുതി. അപ്പൊ 3/6 നമുക്ക് 1/2 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ വെൻ എ ഡൈസ് ഇസ് ത്രോൺ വൺസ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.